ഹായ്, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുവാണ്. അപ്പം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞു തരാനുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു, എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ വീട്ടിലെ പുള്ളിക്കാരൻ്റെ പെങ്ങളുടെ മോള് വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്. അപ്പോൾ ആ കൊച്ചിനെ കെട്ടിച്ചൊക്കെ വിട്ടതാണ്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ. പറഞ്ഞു കേട്ടിട്ടുള്ള അറിവെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുക അതെന്താ ഇതിന് മാത്രം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവെന്ന്. മറ്റൊന്നുമല്ല, ഈ കൊച്ചിന് കല്യാണമൊക്കെ വന്ന് ആലോചനയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം മുടങ്ങിപ്പോണു. എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആണുങ്ങൾക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെ ഇങ്ങനെ മീശയും ഇങ്ങനെ താടിയും കൃതാവും പിന്നെ കയ്യേക്കൂടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിലെ മുടി പോലെ തന്നെയാണ് ഇങ്ങനെ കയ്യേക്കൂടെയും ഇങ്ങനെ കാലേക്കൂടെയും. എന്തിനു പറയുന്നു, ബാക്കി വശമില്ലേ നമ്മുടെ ഈ മുതുക ബാക്കി വശം ഇങ്ങനെ നിരന്നിങ്ങനെ പോത്തിൻ്റെ രോമം പോലെ, പോത്ത് ഇങ്ങനെ കറുത്ത രോമമല്ലേ എന്ന് പറഞ്ഞത് പോണക്കിങ്ങനെ കാലേലും കയ്യേലും ഇതുകൊണ്ട് ഈ കൈയുടെ ഈ മടക്കൊക്കെ ഇല്ല ഇങ്ങനെ കാലിൻ്റെയൊക്കെ ഈ വിരലിൻ്റെ മടക്ക് അതേല് വരെ നീണ്ട രോമമാണ്. അപ്പം ഞാൻ ചോദിച്ചു മോളെ ഇതിനൊന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി ചെയ്ത് മടുത്തു. ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നമ്മൾ ചെയ്ത് കഴിയുമ്പം വീണ്ടും ഒരു 6-7 ദിവസം കഴിയുമ്പോഴത്തേന് ഇതുപോലെ വരും. അപ്പോൾ ഇത് കളയുന്ന അനുസരിച്ച് കൂടുതൽ കട്ടിയിലാണ് വരുന്നതെന്ന് പറഞ്ഞു. നേരത്തെ ഇത് ആരംഭത്തിൽ ഇതുപോലെ ഒന്നുമില്ലായിരുന്നു, ഇങ്ങനെ നേർത്തിട്ട് ഒരിത്തിരി കറുപ്പ് എല്ലാവരെ കഴിഞ്ഞ് ഉണ്ടായിരുന്നെന്നുള്ളതേ ഉള്ളൂ. ഇതിങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേന് ഇങ്ങനെ കൂടുതലാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇപ്പം കുഞ്ഞിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞോട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഒന്നര വർഷമായി. കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പോയില്ല കേട്ടോ, നമ്മുടെ സാഹചര്യക്കുറവ് മൂലം ഞാൻ പോകാഞ്ഞതാണ്. അപ്പം പറഞ്ഞപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരിക്ക് ജോലിയുണ്ട്, ടീച്ചറാണ്, തൊടുപുഴ ഒരു സ്കൂളിലെ ടീച്ചറുമാണ് പുള്ളിക്കാരി. അപ്പോൾ എന്നോട് ചോദിച്ചു, ചേച്ചി ഇതിനെന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് തൊട്ട്, ഇപ്പം ഞാൻ ആ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ, ഞാൻ അന്ന് തൊട്ട് ഇങ്ങനെ തല പോകഞ്ഞ് ആലോചിക്കുന്ന ഇതിനെന്താ ചെയ്യണ്ടേ, എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ. കാരണം നമ്മൾ കള്ളത്തരം പറയരുത്. കാരണം എൻ്റെ കസ്റ്റഡിയിൽ അല്ല എൻ്റെ അറിവിൽ ഇതിനൊരു മരുന്ന് ഞാൻ കണ്ടിട്ടുമില്ല, ഒറ്റമൂലി കേട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദിവസം ഉണ്ടല്ലോ, ഞാനിങ്ങനെ ചേർത്തല പോയി മറ്റൊന്നുമല്ല, ഞങ്ങളിങ്ങനെ ഒരു സിനിമയ്ക്കൊക്കെ പോയി കഴിഞ്ഞപ്പം അവിടെ നിന്നൊരു പുള്ളിക്കാരി കൂടി നിന്നിട്ട്, അയ്യോ യൂട്യൂബിലുള്ള ആളല്ലേ എന്നൊക്കെ ചോദിച്ചു വന്ന് ഞങ്ങൾ ഒത്തിരി വർത്തമാനമൊക്കെ പറഞ്ഞ് സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നോക്കിയപ്പോൾ ഈ പറഞ്ഞ പെങ്കുച്ചിൻ്റെ പോലെ തന്നെ ഇതുപോലെ കളഞ്ഞേക്കും നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ അറിയാൻ പറ്റും. അപ്പം വെറുതെ ഞാൻ ചോദിച്ചു, ഇങ്ങനെ രോമ വളർച്ച ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നതാണോ എന്ന് ചോദിച്ചു. കാരണം കുറച്ചിടയൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ കയറി പോയിട്ടില്ല ഈ 2 സൈഡിലും. അപ്പോൾ ഇത് നമുക്കിത് കളഞ്ഞേക്കുന്ന കറക്റ്റായിട്ട് അറിയാം. പക്ഷെ ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അത് ഷേവ് ചെയ്ത് കളഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ലേ. അപ്പം പറഞ്ഞാൽ അത് എനിക്കിങ്ങനെ രോമ വളർച്ച കൂടുതലാണ് കയ്യിലും കാലിലും ഒക്കെ ഇങ്ങനെ മുഖത്തും ഒക്കെ. അപ്പം ഞാൻ ചോദിച്ചാൽ അത് എന്താ ചെയ്തത്, ഇത് ഇങ്ങനെ ഷേവായിട്ട് ചെയ്ത് കളഞ്ഞാലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് വേറെ ഒന്നും അല്ല ചോട്ട ചേച്ചി ചെയ്തത്, അത് ഞാൻ പറഞ്ഞു തരാം. മറ്റൊരു വീഡിയോ കണ്ടതാണ്, അപ്പം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്തതാണ്. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ഫലപ്രദമായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ആ വീഡിയോ എനിക്കൊന്ന് ഇട്ട് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ ഫോൺ നമ്പറും ഒക്കെ കൊടുത്തേച്ചിട്ട് വന്നു. പക്ഷേ ഈ കൊച്ചി ഇട്ട് തന്നത് എനിക്ക് മിനിഞ്ഞാന്നാണ് കേട്ടോ. അപ്പം മിനിഞ്ഞാന്ന് ഇട്ട് തന്നു. അപ്പോൾ ഇന്നലെ ഞാൻ അതെല്ലാം ഒന്ന് നോക്കി, ഇത് നിങ്ങളെ കറക്റ്റായിട്ട് അത് കാണിച്ചു തന്നു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പം ഞാനീ പറഞ്ഞു വന്നത്, ഇതുപോലെ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും, ചെറിയ ആണുങ്ങൾക്കും ഇങ്ങനെ രോമമുള്ളത് ഇഷ്ടമല്ലല്ലോ. അപ്പം സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ വിഷയം. ഇതുപോലെ അനാവശ്യ രോമം ഉണ്ടാകുന്നത് നമുക്ക് സിമ്പിളായിട്ട് മാറ്റിക്കളയാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയെന്നേ, മറ്റൊന്നും വേണ്ട, ഇതുപോലെ മാത്രം ചെയ്താൽ മതി. ഒരു സബോള എടുക്കുക, അതിൻ്റെ പുറത്തെ ഇങ്ങനെ ആ സിൽക്ക് പോണക്കിരിക്കുന്ന ആ ഒരു തൊലി എടുത്ത് കളയുക. എന്നിട്ട് നന്നായിട്ട് സബോള കഴുകിയിട്ട് അതിലെ വെള്ളമയം എല്ലാം അങ്ങ് ഒരു തോർത്തിനോ ഒരു കോട്ടൺ തുണിക്ക് ഒപ്പിക്കളഞ്ഞിട്ട് നമ്മളിങ്ങനെ ഗ്രൈൻഡ് ചെയ്യുകയല്ലേ, ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ ഉരച്ച് ഗ്രൈൻഡ് ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് ഇടുക. എന്നുവെച്ചിട്ട് അത് ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ നീര് മാത്രം എടുക്കുക. എന്നുവെച്ചിട്ട് വീണ്ടും ഇതൊരു അരിപ്പയിൽ അരിച്ചെടുക്കണം. ഒരരിപ്പയിൽ മാറ്റി വയ്ക്കുക. പിന്നത്തേത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ടൊമാറ്റോ, അതായത് തക്കാളി ഇതുപോലെ എടുത്തിട്ട് ആ ടോപ്പ് വശം ആ ഞെടുപ്പിൻ്റെ ഭാഗമില്ല, ഇങ്ങനെ ഇരിക്കുന്ന ഞെടുപ്പ് ഭാഗം, അതങ്ങനെ കട്ട് കളയുക. കട്ട് ചെയ്തിട്ട് അതും ഇങ്ങനെ ഗ്രൈൻഡറിൽ ഇങ്ങനെ ഉരച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതും ഇങ്ങനെ ഒന്ന് ഞെക്കി സ്പൂണിന് പിഴിഞ്ഞിട്ട് നീരെടുത്തിട്ട് അതും ഇതുപോലെ കണ്ണടുപ്പുള്ള നമ്മൾ ചായയൊക്കെ അരിക്കുന്ന അരിപ്പയില്ലേ, അപ്പോൾ അതിൻ്റെ അകത്തൊന്ന് അരിച്ച് ഇതിൻ്റെയും ജ്യൂസ് മാത്രം എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ബേക്കിംഗ് സോഡ ഇല്ലേ,
അതിപ്പോൾ എല്ലായിടത്തും കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു 5 രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ കിട്ടും, ബേക്കിംഗ് പൗഡർ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ച് ഇത് ബേക്കിംഗ് പൗഡർ 1 സ്പൂൺ എടുക്കുക. നിങ്ങളുടെ എവിടേക്കാണോ ഇത് തേക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലെടുക്കുക. ഇപ്പം മുഖത്ത് മാത്രമാണ് ഇങ്ങനെ അനാവശ്യ രോമമുള്ളത് കളയാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്? അപ്പോൾ 1 സ്പൂൺ എടുത്താൽ മതിയാണ്. അപ്പം നിങ്ങളുടെ മുഖത്തിൻ്റെയൊക്കെ ഇങ്ങനെ വലിപ്പമൊക്കെ അനുസരിച്ചായിരിക്കണം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഒരു മുഖമാണെങ്കിൽ ചെറിയ മുഖമല്ലേ, അപ്പോൾ എനിക്കിത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്താൽ മതി. അതെടുത്ത് വെച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ഇടുക. എന്നുവെച്ചിട്ട് എന്ത് ചെയ്യണം? ഈ സബോളയുടെ നീര് 1 സ്പൂൺ ഒഴിക്കുക. അതുപോലെ ടൊമാറ്റോയുടേതും 1 സ്പൂൺ ഒഴിക്കുക. എന്നുവെച്ചിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് മിക്സ് ചെയ്ത് ഇങ്ങനെ അടിച്ചടിച്ച് പതപ്പിക്കണം. മിക്സ് ചെയ്ത് വെച്ചും കഴിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ ഈ സബോള തന്നെ നമ്മുടെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചാൽ ഒതുങ്ങുന്ന ഷേപ്പുള്ളൊരു സബോള എടുക്കുക. സബോള എടുത്തിട്ട് ഈ നമ്മൾ ഈ കൂട്ടി വെച്ചേക്കുന്ന ഇതുണ്ടല്ലോ ഇതിൻ്റെ അകത്തോട്ട് വെച്ചിങ്ങനെ ഈ സബോള ഇങ്ങനെ ചുരുമിയിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു കോട്ടൺ വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് കളഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കൊരു രോമം മുഖത്തുള്ളതായിട്ട് നമുക്കറിയത്തില്ല. അപ്പോൾ അത് നിങ്ങളിത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ കൃതാവിൻ്റെ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ എന്തോരം പോഷണം വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്തേക്കണം. ആ മാർക്ക് അനുസരിച്ച് വേണം നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ അവിടെ വെച്ച് തിയേറ്ററിൽ വെച്ച് കണ്ട കൊച്ചിനെ പോണൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി ചിലയിടത്ത് പിടിക്കും ചിലയിടത്ത് പിടിക്കായിരിക്കും. എന്നുവെച്ചിട്ട് ഇങ്ങനെ മാർക്ക് വെച്ച് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് വേണം മുഖത്ത് മാത്രം ചെയ്യുമ്പോൾ നമ്മളിത് ചെയ്തെടുത്ത് കളയാനായിട്ട്. ഇത് 100-ൽ 100% ഇത് ഞാൻ കണ്ടറിഞ്ഞതാണ് കേട്ടോ, കേട്ടറിഞ്ഞതല്ല. ആ കൊച്ചിൻ്റെ കണ്ടറിഞ്ഞിട്ട് ആ കൊച്ചെനിക്ക് വീഡിയോയും ഇട്ട് തന്ന. അപ്പോൾ ഇതുപോലെ കയ്യേലായിക്കോട്ടെ കാലയിലായിക്കോട്ടെ മുഖത്തായിക്കോട്ടെ ഈ അനാവശ്യ രോമം ഉള്ളിടത്ത് നിങ്ങളിത് മാത്രം ഒന്ന് ചെയ്താൽ മതിയെ. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്നെ ചീത്ത പറയാവുള്ളൂ കേട്ടോ. അല്ലെ ചേച്ചി ഒന്ന് ചെയ്തോ, അല്ലെ അനാവശ്യ രോമം അവിടെ മാത്രം അല്ലല്ലോ ഉള്ളത്, വേറെയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാവും. ദൈവത്തെ ഓർത്ത് അങ്ങനെയുള്ള കമൻ്റ് ഒന്നും ആരും ഇടരുത് കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമ്മളൊരു ഫാമിലിയായിട്ട് കുടുംബമായിട്ട് താമസിക്കുന്ന മക്കളും അമ്മച്ചിയും ഹസ്ബൻഡും എല്ലാവരും ഉള്ള, പിന്നെ എൻ്റെ വീട്ടുകാരും എൻ്റെ നാട്ടുകാരും ഒക്കെ കാണുന്നല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അനാവശ്യ കമൻ്റ് ഇടരുത്. എൻ്റെ ഒരു അഭ്യർത്ഥന ഞാൻ തൊഴുതു പറയട്ടോ. അത് നിങ്ങൾ ഇട്ടോ, കമൻ്റ് ഇട്ടോ, എനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇടാൻ നിൽക്കാവുള്ളൂ. അല്ലാതെ നമ്മൾ ആരുടെ, ഇപ്പോൾ എൻ്റെ വീഡിയോ എന്നല്ല ആരുടെ വീഡിയോ ആയിക്കോട്ടെ, നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യം പറഞ്ഞു തരുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതല്ലേ. അപ്പോൾ അത് മൊത്തം കാണാണ്ടും ചെയ്യാതെ കണ്ടും വന്നേച്ചിട്ട് എന്തൊക്കെ അനാവശ്യങ്ങളായി ഇടുന്നത്. അപ്പോൾ ആ കമൻ്റ് ഇടുമ്പം നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ വീട്ടിലുള്ളവരും കാണും നിങ്ങളിടുന്ന ഈ കമൻറ്റ്. അപ്പം നമുക്ക് എന്തൊരു വിലയുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും നിങ്ങൾ അനാവശ്യ കമൻ്റ് ഒന്നും ഇടാൻ നിൽക്കരുത്. എനിക്ക് നല്ല ആർക്കും വേണ്ടിയിട്ട്. I don't know, but that is the skin with the hairs. He said you can leave it for like 5 to 7 minutes and you just use a tissue paper. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നിടം വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഓക്കേ.